ഹലോ എവരി വൺ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. എ സിമ്പിൾ പോയം, ഓക്കെ, വിച്ച് വാസ് നെയിംഡ് ആസ് കേസ്ഡ് ബേർഡ്. ഓക്കെ, എന്താണ് നമ്മുടെ കവിതയുടെ പേര്? കേസ്ഡ് ബേർഡ്, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി. ആരാണ് ഈ കവിത എഴുതിയത്? ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ആഫ്രിക്കൻ പോയറ്റായ മായ ഏഞ്ചലോ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ കവിതയുടെ പേരാണ് കേസ്ഡ് ബേർഡ്. അത് എഴുതിയിരിക്കുന്ന കവിയാണ് മായ ഏഞ്ചലോ. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കവയിത്രിയാണ് മായ ഏഞ്ചലോ. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുക. പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ മായ ഏഞ്ചലോ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അവിടെ നമുക്ക് മായ ഏഞ്ചലോയുടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തൊട്ടിപ്പുറത്തായിട്ട് അവരെ പറ്റിയുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആരാണ് മായ ഏഞ്ചലോ എന്ന് നമുക്ക് നോക്കാം. Maya Angelou was a famous American poet, writer and civil rights activist. ഫേമസ് ആയിട്ടുള്ളൊരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റും റൈറ്ററും സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റുമാണ് മായ ഏഞ്ചലോ. ഹർ റിയൽ നെയിം വാസ് മാർഗരറ്റ് ആനി ജോൺസൺ. അവരുടെ റിയൽ നെയിമാണ് മാർഗരറ്റ് ആനി ജോൺസൺ. ഷി ഹാഡ് എ ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ് ഫേസിങ് റേസിസം ആൻഡ് മെനി ഹാർഡ്ഷിപ്പ്. അവർക്ക് ചെറുപ്പത്തിലായിക്കോട്ടെ, അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഹാർഡ്ഷിപ്പ് നിറഞ്ഞ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അമേരിക്കയിലാണ് ജനിച്ചതെങ്കിൽ പോലും അമേരിക്കൻസിൽ നിന്ന് തന്നെ അവർക്ക് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അവരുടെ എല്ലാ വർക്ക്സിലായിക്കോട്ടെ, എല്ലാ കവിതകളിലായിക്കോട്ടെ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയും ബ്ലാക്കായിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്തിട്ടുള്ള ഹാർഡ്ഷിപ്പിനെ, സഫറിങ്സിനെ പറ്റിയും ഒക്കെയാണ് അവരുടെ കവിതകളിലും വർക്കുകളിലും കൂടുതലായിട്ടും അവർ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നത്. അവരുടെ ഫേമസ് ആയിട്ടുള്ള 2 പോയിംസ് ആണ് സ്റ്റിൽ ഐ റൈസ് ആൻഡ് ഫിനോമിനൽ വിമൻ. ഓക്കെ, ഹർ പോംസ് ടോക്സ് അബൌട്ട് കറേജ്, കോൺഫിഡൻസ്, ഫ്രീഡം ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അതായത് ധൈര്യത്തെ പറ്റിയും കോൺഫിഡൻസിനെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും ഫ്രീഡത്തിനെ പറ്റിയും റെസ്പെക്റ്റിനെ പറ്റിയുമാണ് അവരുടെ എല്ലാ കവിതകളിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ദിസ് വാസ് ഓൾ അബൌട്ട് ദ പോയറ്റ് മായ ഏഞ്ചലോ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് where you can see 2 pictures of a caged bird and a free bird. So from this picture we can conclude that today we are talking about 2 birds. The first bird is a free bird and the second bird is a caged bird. ഈ പോയറ്റിൽ 2 പക്ഷികളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്നൊരു കിളിയെ പറ്റിയും കൂട്ടിലടയ്ക്കപ്പെട്ട മറ്റൊരു കിളിയെ പറ്റിയുമാണ് നമ്മൾ ഈ ഒരു കവിതയിലൂടെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2 കിളികളുടെയും പിക്ചേഴ്സ് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാം. ഒന്ന് കേജ്ഡ് ബേർഡായിട്ടുള്ള കിളിയുടെയും മറ്റൊന്ന് പറന്ന് നടക്കുന്ന ഫ്രീ ആയിട്ട് നടക്കുന്ന കിളിയുടെയും പിക്ചർ കാണാം. ഓക്കെ, സമ്മറി ഓഫ് ദി പോയം. The poem talks about 2 birds, one free bird and one caged bird. ഓക്കെ, ഞാൻ പറഞ്ഞു ഫ്രീ ബേർഡിനെ പറ്റിയും കേജ്ഡ് ബേർഡിനെ പറ്റിയും പറയുന്ന ഒരു കവിതയാണ് കേജ്ഡ് ബേർഡ് എന്നും പറഞ്ഞ് മായ ഏഞ്ചലോ എഴുതിയ പോയം. The free bird flies freely in the open sky and enjoys the wind and sunshine. It represents freedom and happiness. Okay, നമ്മൾക്കറിയാം ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്ന ഒരു ബേർഡ് എന്ന് പറയുന്നത് ആകാശത്തൂടെ വളരെ ഫ്രീ ആയിട്ട് ഒന്നിനെയും പേടിക്കാതാണ് അത് പറന്ന് നടക്കുന്നത്. അതിന് കാറ്റുകൾ അതിനെ തലോടാം, സൂര്യൻ്റെ കിരണങ്ങൾ അതിന് മേൽ തട്ടാം. വളരെ ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ആ കിളി പറന്ന് നടക്കുന്നത്. അതിന് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫ്രീഡത്തിനെയും ഇക്വാളിറ്റിയെയും ഹാപ്പിനെസ്സിനെയും സന്തോഷത്തെയൊക്കെയാണ് ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്ന കിളി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കൂ. ദ കേജ്ഡ് ബേർഡ്. നമ്മൾ ഫ്രീ ബേർഡിനെ പറ്റി പഠിച്ചു. ഇനിയുള്ളത് കേജ്ഡ് ബേർഡ്.
കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട കിളി. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ അൺഹാപ്പി അവസ്ഥയായിരിക്കും. നമുക്കറിയാം, ദ കേജ്ഡ് ബേർഡ് ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് എ കേജ്. ഒരു കൂട്ടിൽ മാത്രമാണ് എപ്പോഴും അത് ജീവിക്കുന്നത്. കൂട് വിട്ടൊരു കളിയില്ല, കൂട് വിട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്ന പോലെ. ഇറ്റ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഇറ്റ്സ് ഫീറ്റ് ആർ ടൈഡ്. നോക്കണേ, അതിന് ചിറകുകളുണ്ട്, അതിന് ഫീറ്റും ഉണ്ട്. അതെല്ലാം കെട്ടിയിട്ടേക്കുവാണ്. ആര്? അതിൻ്റെ ഉടമസ്ഥൻ. അതിന് സോ ഇറ്റ് കനോട്ട് ഫ്ലൈ. അതിന് പറക്കാൻ കഴിയത്തില്ല. അതെപ്പോഴും കൂടെന്നും പറഞ്ഞ് കൂട്ടി മാത്രം ജീവിക്കുന്ന പക്ഷിയാണ് കേജ്ഡ് ബേർഡ്. The caged bird represent people who are oppressed and treated unfairly. നമുക്ക് പറയാൻ പറ്റും കേജ്ഡ് ബേർഡ് ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? ഒപ്രസ്ഡ് ആയിട്ടുള്ള തഴയപ്പെട്ടവരുടെയും ഇക്വാളിറ്റി ഇല്ലാത്തവരുടെയും കൂട്ടത്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് കേജ്ഡ് ബേർഡ്. ഓക്കെ. എക്സ്പെഷ്യലി ആഫ്രിക്കൻ അമേരിക്കൻസ് ഡ്യൂറിങ് ടൈംസ് ഓഫ് റേസിസം. മായ ആഞ്ചലോ ഈ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയിലൂടെ ആരെയാണ് പുറത്ത് കാണിക്കുന്നത്? ഈ ആഫ്രിക്കൻസ്, അമേരിക്കയിൽ ജീവിച്ചിട്ടുള്ള ആഫ്രിക്കൻസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ആഫ്രിക്കൻസിനെയാണ് ഈ കേജ്ഡ് ബേർഡിലൂടെ അവർ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അവരെന്ന് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന സമയത്ത് ഈ വൈറ്റ് പീപ്പിൾസ് ആയിക്കോട്ടെ അവരെ എപ്പോഴും ഒപ്രസ് ചെയ്യാറുണ്ട്. എന്തിൻ്റെ പേരിൽ? അവരുടെ സ്കിൻ കളർ, അവരുടെ ബ്ലാക്ക് കളറിൻ്റെ പേരിൽ അവരെ ഒരുപാട് ഒപ്രസ്ഡ് ചെയ്യായിട്ടുണ്ട്, ഡിസ്ക്രിമിനേറ്റും ചെയ്യാറുണ്ട്. എന്തിൻ്റെ പേരിൽ? റേഷ്യൽ കളറിൻ്റെ പേരിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് കേജ്ഡ് ബേർഡ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഒപ്രസ്ഡ് ആഫ്രിക്കൻ അമേരിക്കൻസ് ലിവിങ് ഇൻ അമേരിക്ക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. Even though the caged bird is afraid, it sings loudly. ഓക്കെ, കൂട്ടിലടക്കപ്പെട്ട കിളി പേടിച്ചും വരണ്ടുമാണ് കൂട്ടിൽ കിടക്കുന്നതെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ രോദനം അതിങ്ങനെ പാടുകയാണ്. ഇറ്റ് സിങ്സ് ലൗഡ്ലി, ഉറക്കെ ഇങ്ങനെ പാടുകയാണ് അതിൻ്റെ ആ രോദനത്തിൻ്റെ ഒരു പാട്ട്. ദ സോങ് ഓഫ് ദ കേജ്ഡ് ബേർഡ് ഈസ് അബൌട്ട് ഫ്രീഡം ആൻഡ് ഹോപ്പ്. അതിന് ഫ്രീഡം കിട്ടാൻ, അതിന് പറക്കാൻ വേണ്ടിയാണ് ആ സോങ് അത് പാടുന്നത്. The free bird thinks only about enjoying life while the caged bird dreams of freedom. ഫ്രീ ബേർഡിനാണെങ്കിലോ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം, പറന്ന് ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷേ ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിക്ക് പറന്ന് നടക്കാൻ പറ്റത്തില്ല. അത് ഫ്രീഡത്തിന് വേണ്ടി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക. അടുത്ത പോയിന്റ് നോക്കൂ. The poem shows the strong desire for freedom and equality. അതായത് എല്ലാവർക്കും ഫ്രീഡത്തിന് വേണ്ടിയും ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള സ്ട്രോങ് ഡിസയറാണ് ഈ ഒരു കവിതയിലൂടെ മായ ആഞ്ചലോ തുറന്ന് കാട്ടുന്നത്. ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ദാറ്റ് ഫ്രീഡം ഈസ് എ ബേസിക് റൈറ്റ് ഫോർ എവരി വൺ. ഓക്കെ, ഈ ഒരു പോയത്തിലൂടെ സന്ദേശമായിട്ട് നമ്മുടെ റീഡേഴ്സിൻ്റെ ഇടയ്ക്ക് തരുന്നത് ഫ്രീഡം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു ബേസിക് ആയിട്ടുള്ളൊരു റൈറ്റാണ്. കിളികൾക്ക് മാത്രമല്ല, അത് മനുഷ്യനും വേണം എന്നാണ് മായ ആഞ്ചലോ ഇതിലൂടെ പറയുന്നത്, ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞ് രണ്ട് കിളികളെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം പറയുന്നത്. അതായത് ഒരു കിളി എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കിളി, മറ്റൊരു കിളി കൂട്ടിലടയ്ക്കപ്പെട്ട ഇൻസൈഡ് എ കേജിൽ ട്രാപ്പ് ചെയ്തൊരു കിളി. അതാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഒപ്രസ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് പറന്ന് നടക്കാൻ പറ്റില്ല. അവർ ഫ്രീഡത്തിന് വേണ്ടി ഡ്രീം ചെയ്ത് നടക്കുന്ന ഒരു കിളിയാണ് കേജ്ഡ് ബേർഡ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സമ്മറി ഓഫ് ദിസ് പോയം കേജ്ഡ് ബേർഡ്. നൗ ദ നെക്സ്റ്റ് സ്ലൈഡ് we are going to learn the major themes discussed in the poem. എന്തെല്ലാം തീംസാണ് ഈ ഒരു പോയത്തിലൂടെ കവിയായ മായ ആഞ്ചലോ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഫ്രീഡം ആൻഡ് ഒപ്രഷനാണ്. ഇവിടെ പറഞ്ഞിരുന്നിട്ടുണ്ട് ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞ ഫ്രീഡമാണ് എൻജോയ് ചെയ്ത് നടക്കുന്നത്. പക്ഷേ കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? തഴയപ്പെട്ടവരെ, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, അവകാശങ്ങളില്ലാത്ത തഴയപ്പെട്ട ആൾക്കാരെയാണ് ഈ കൂട്ടിലടക്കപ്പെട്ട കിളി റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഓക്കെ, അതൊരു തീമായിട്ട് പറയാം. രണ്ടാമത്തെ തീം റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂട്ടിലടയ്ക്കപ്പെട്ട കിളി ആഫ്രിക്കൻ അമേരിക്കൻസിനെയാണ്. ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് അമേരിക്കയിൽ ലീവ് ചെയ്ത സമയത്ത് ഒരുപാട് സഫറിങ്സ് അവർ നേരിട്ടു. ആരുടെ കയ്യിൽ നിന്ന്? വൈറ്റ് അമേരിക്കൻസിൻ്റെ കയ്യിൽ നിന്ന്. എന്തിൻ്റെ പേരിലാണ്? അവരുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ പേരിൽ ഒരുപാട് തടയപ്പെട്ടു. സോ വി ക്യാൻ സേ ദാറ്റ് റേസിസം, ഡിസ്ക്രിമിനേഷൻ അനദർ തീം എക്സ്പ്രസ് ഇൻ ദ പോയം. അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് അമേരിക്കൻസ്, അതായത് ആഫ്രിക്കൻ അമേരിക്കൻസ് ഫേസ് ചെയ്തത്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ കേസ്ഡ് ബേർഡ്. അടുത്തൊരു തീമാണ് ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂട്ടിലടയ്ക്കപ്പെട്ട കിളി എന്തിനു വേണ്ടിയാണ് സ്വപ്നം കാണുന്നത്? ഹോപ്പിന് വേണ്ടിയും ഫ്രീഡത്തിന് വേണ്ടിയും ആസ്പിറേഷന് വേണ്ടിയാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ അതിന് കിട്ടണം എന്ന് വേണ്ടിയാണ് അത് സ്വപ്നം കാണുന്നത്. അടുത്തൊരു തീമാണ് വോയിസ് ആസ് പവർ. The caged bird uses its voice to express pain and desire for freedom. ഓക്കെ, അതതിൻ്റെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളി ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു സോങ്, അതിൻ്റെ വോയിസിലൂടെ വളരെ ദയനീയമായിട്ടുള്ളൊരു പാട്ടിങ്ങനെ പാടുക. അതിൻ്റെ എന്താണ് ആ പാട്ടിലൂടെ അത് പറയുന്നത്? അതിൻ്റെ കരച്ചിൽ, അതിൻ്റെ പെയിന്, സഫറിങ്സ് ആണ് അതിലൂടെ പറയുന്നത്. അടുത്തൊരു തീമാണ് ഇന്നിക്വാളിറ്റി. നമുക്കറിയാം ഈ രണ്ട് ബേർഡ്സ്, കേസ്ഡ് ബേർഡും ഫ്രീ ബേർഡും ആരെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒന്ന് ഹൈ ക്ലാസ്സിനെയും ഒന്ന് ബ്ലാക്ക് ആയിട്ടുള്ള ലോ ക്ലാസ്സിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ്, താരതമ്യമാണ്, ഇന്നിക്വാളിറ്റിയാണ് അവർ കാണുന്നത്. അടുത്തൊരു തീമാണ് സ്ട്രെങ്ത്, റെസിലിയൻസ്. ദ കേസ്ഡ് ബേർഡ് ഡസ് നോട്ട് ഗീവ് അപ്പ്, ഇറ്റ് കണ്ടിന്യൂസ് ടു സിങ് ഡെസ്പൈറ്റ് സഫറിങ്. ഒരുപാട് സഫറിങ്സും യാതനകളും ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് ഈ കേസ്ഡ് ബേർഡ് ആ കൂട്ടിൽ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും അതൊരിക്കലും അതിൻ്റെ ജീവിതമായിക്കോട്ടെ അത് നശിപ്പിച്ച് കളയുന്നില്ല. അത് എന്തിനു വേണ്ടി ഇങ്ങനെ കരയുക? ഫ്രീഡത്തിന് വേണ്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക. സ്ട്രെങ്ത്, അതിൻ്റെ ഒരു സ്ട്രെങ്തിനെയും പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തീമാണ് ഡ്രീം ഓഫ് ഫ്രീഡം. നമുക്ക് പറഞ്ഞു, ഈ കൂട്ടിലടയ്ക്കപ്പെട്ട കിളി എന്ന് പറയുന്നത് ഫ്രീഡത്തിന് വേണ്ടി സ്വപ്നം കാണുകയാണ്. പറന്ന് ഫ്രീ ആയിട്ട് പറന്നു പോകുന്ന ആ കിളി ഫ്രീഡത്തിന് വേണ്ടിയാണ് സ്വപ്നം കാണുന്നത്. സോ വി ക്യാൻ സീ ദാറ്റ് ഫ്രീഡം ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ദാറ്റ് എവരി വൺ ലോങ്സ് ഫോർ. കിളികൾക്ക് മാത്രമല്ല ഫ്രീഡം ആവശ്യമായിട്ടുള്ളത്, അത് മനുഷ്യനും വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു റൈറ്റാണെന്നാണ് പോയറ്റായ മായ ഏഞ്ചലോ പറയുന്നത്. Okay, these are the major themes discussed in this poem. Okay, in the next slide we can see major poetic devices discussed in the poem. Okay, അതിൽ സിമ്പിൾസ് ആയിട്ട് നമുക്ക് പറയുന്നത് ഫ്രീ ബേർഡിനെ പറയാം, കേസ്ഡ് ബേർഡിനെ പറയാം. ഫ്രീ ബേർഡ് സിംബലൈസ് ചെയ്യുന്നത് ഫ്രീഡത്തിനെയും പ്രിവിലേജിനെയുമാണ്. അറ്റ് എ ടൈം കേസ്ഡ് ബേർഡോ ഒപ്രസിനെയും റേസിസത്തിനെയുമാണ് സിംബലൈസ് ചെയ്യുന്നത്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളി ആയിക്കോട്ടെ ഒരു വലിയൊരു കേജിലാണ് അതിങ്ങനെ ഇരിക്കുന്നത്. സോ ആ കേജ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഇരുണ്ട ഒരു ഗുഹയായിട്ട് നമുക്ക് പറയാം, റെസ്ട്രിക്ഷൻസ് ആയിട്ട് പറയാം. റൈറ്റ്സ് ഇല്ലാത്ത ഒരവസ്ഥയാണ് ആ കേജ്. ആ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട കിളി കിടക്കുന്ന ആ കൂടിനെ, ആ കേജിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. അടുത്ത ഒരെണ്ണമാണ് കോൺട്രാസ്റ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു രണ്ട് ബേർഡ്സിനെ പറ്റിയുള്ളൊരു താരതമ്യം ചെയ്യലാണ്, ഫ്രീ ബേർഡും കേജ്ഡ് ബേർഡും. ഫ്രീ ബേർഡ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു. കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് സഫറിങ്സും ഇന്നിക്വാളിറ്റിയുമാണ് ഫേസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് പോയറ്റ് കമ്പയർസ് ദ ലൈഫ് ഓഫ് ദ ഫ്രീ ബേർഡ് വിത്ത് ദ സഫറിങ്സ് ഓഫ് ദാറ്റ് കേജ്ഡ് ബേർഡ്. ഓക്കെ, അടുത്തൊരു പോയറ്റിക് ഡിവൈസാണ് മെറ്റഫർ. ഇവിടെ ബേർഡ്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തൊരു പോയറ്റിക് ഡിവൈസാണ് റെപ്പറ്റീഷൻ. നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ലൈൻ, ദ കേസ്ഡ് ബേർഡ് സിങ്സ്. ഓക്കെ, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോയത്തിൻ്റെ പല ലൈൻസിൻ്റെ സ്റ്റാൻസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദ കേസ്ഡ് ബേർഡ് സിങ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെപ്പറ്റീഷൻ പോയറ്റിക് ഡിവൈസിൻ്റെ കാറ്റഗറിയിൽ നമുക്കത് കൊടുക്കാം. എന്തിനു വേണ്ടിയാണ് പറയുന്നത്?
അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ, സ്വാതന്ത്ര്യം കിട്ടണം, അതിന് പറക്കണം എന്നൊരു ഡിസയർ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അടുത്തൊരു പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. നമുക്കറിയാം ഇവിടെ ബേർഡ്സിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുക. ബേർഡ്സിന് തിങ്ക് ചെയ്യാൻ പറ്റുന്നു, ഡ്രീം ചെയ്യാൻ പറ്റുന്നു, പാടാൻ പറ്റുന്നു. ഓക്കെ, ഡ്രീം ചെയ്യാൻ ബേർഡ്സിന് പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസാണ് പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ ആർക്കാണ് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തേക്കുന്നത്? ഈ ബേർഡ്സിന്, കേസ്ഡ് ബേർഡായിട്ടുള്ള ഈ ബേർഡിനാണ് കൊടുത്തേക്കുന്നത്. തിങ്ക് ചെയ്യാൻ പറ്റുന്നു, ഡ്രീം ചെയ്യാൻ പറ്റുന്നു, സിങ് ചെയ്യാൻ പറ്റുന്നു. സോ വി ക്യാൻ സീ ദ പോയറ്റിക് ഡിവൈസസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, അടുത്തൊരു പോയറ്റിക് ഡിവൈസാണ് ടോൺ ഓഫ് ദി പോയം. എന്ത് ടോണാണ്? സാഡാണോ, ഹാപ്പി ടോണാണോ ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? ദ ടോൺ ചേഞ്ചസ് ഫ്രം ജോയ്ഫുൾ ടു സാഡ് ആൻഡ് ഹോപ്പ്ഫുൾ. നമുക്കറിയാം ഫ്രീ ബേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി, ജോയസ് ആയിട്ട് നിൽക്കുന്ന ഒരു പക്ഷിയാണ്. ബട്ട് അറ്റ് എ ടൈം പിന്നീടൊരു ട്രാൻസിഷനാണ് അവിടെ നടക്കുന്നത്. ഒരു സാഡ് ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സാഡായിട്ടുള്ളൊരു ഗ്ലൂമി ആയിട്ടുള്ളൊരു ടോണിലേക്കാണ് ക്ലൈമാക്സ് ഓഫ് ദി പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അതാരിലൂടെയാണ് ആ ഒരു സാഡായിട്ടുള്ളൊരു ഗ്ലൂമി ടോൺ കാണാൻ പറ്റുന്നത്? കേസ്ഡ് ബേർഡ്, കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയിലൂടെയാണ് സാഡ് ഗ്ലൂമി ടോൺ പോയറ്റാണെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ 2 പിക്ചേഴ്സും കാണുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഫ്രീ ആയിട്ട് പറന്ന് ആകാശത്തിലൂടെ സഞ്ചരിച്ച് നടക്കുന്ന ഫ്രീ ബേർഡിനെയും കൂട്ടിലടയ്ക്കപ്പെട്ട വളരെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന കേസ്ഡ് ബേർഡിനെ കാണുന്നുണ്ട്. അതൊരു വളരെ സാഡായിട്ടുള്ളൊരു സോങ്ങും ഇങ്ങനെ സിങ് ചെയ്ത് അതിൻ്റെ റിതംസൊക്കെ നമുക്കിതിൽ ആ പിക്ചറിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, ഇത്രയേ ഉള്ളൂ. പോയം വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ പോയമാണ്. നിങ്ങൾ പോയറ്റിനെ പറ്റിയും സമ്മറിയും പോയറ്റിക് ഡിവൈസസും തീംസും ഒന്നും കൂടെ വായിച്ച് നോക്കണം. ഓക്കെ, വളരെ ഈസിയാണ്, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു PDF-ഉം വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സുമാണ് ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.